ശബരിമലയിൽ എന്താ സംഭവിക്കുന്നത്? ഇവര് ഹിന്ദു നാമധാരികളാണ്, വിശ്വാസികളാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരു പോറ്റിയൊക്കെ ചെന്നിട്ട് കള്ളനല്ലേ? ഇവരെയാണല്ലോ വിശ്വസിക്കുന്നത്, ഇവരുടെ കാലിലാണല്ലോ നമ്മൾ തൊട്ടു തൊഴുന്നത്, ഇവർ കൊടുക്കുന്നതാണല്ലോ പ്രസാദമായിട്ട് നമ്മൾ സ്വീകരിക്കുന്നത്. ഇവൻ അയ്യപ്പനെ എന്ത് വിശ്വാസമുണ്ട്? പിടിക്കപ്പെട്ടു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവര് അയ്യപ്പന്റെ കാവൽക്കാരായി നിൽക്കുന്ന ഇവർ അയ്യപ്പ വിശ്വാസികളല്ല. അല്ല, എന്ത് വിശ്വാസികളെന്ത് പൊട്ടന്മാരാണ്? വിശ്വാസികൾക്ക് അറിയത്തില്ല ഈ പൈസയൊന്നും അയ്യപ്പൻ എടുത്തോണ്ട് പോകത്തില്ലെന്ന്, ഈ പൈസയൊന്നും ഗുരുവായൂരപ്പൻ എടുത്തോണ്ട് പോകത്തില്ലെന്ന്. പിന്നെ കൊണ്ട് എന്തിനാ ഇടുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ദൈവത്തെ പൂജിക്കുന്നവൻ അത് മോട്ടിക്കാൻ പോകുന്നെങ്കിൽ ഇവനെ പോയി വിശ്വസിക്കുന്ന വിശ്വാസികൾ നമ്മളുടെ ഒരു അവസ്ഥ ആലോചിച്ചു. ചോറ്റാനിക്കര ടൗൺഷിപ്പ് ആക്കാന്ന് പറഞ്ഞ് ഏതോ ഒരു അന്യനാട്ടുകാരൻ ഒരാൾ വന്നിട്ട് ഫ്രീ ആയിട്ട് ക്യൂ നിൽക്കാതെ തൊഴുതിട്ട് പോയിട്ടുണ്ട്. അവിടെ താമസിച്ചിട്ടുണ്ട്. എന്തിയാ ടൗൺഷിപ്പ്? എത്ര 1000 കോടിയുടെ ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് ചോറ്റാനിക്കരയിൽ വന്നിട്ട് ഒരു വലിയ പ്രഖ്യാപനം നടത്തുകയും അദ്ദേഹം ഗ്രൂപ്പായിട്ട് വന്ന് അവിടെ തൊഴുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് ക്യൂ ഒന്നും നിൽക്കാതെ അദ്ദേഹം അവിടുത്തെ പ്രിവിലേജ് എല്ലാം യൂസ് ചെയ്തിട്ട് പോയി ഭക്തനാണെന്ന് പറഞ്ഞിട്ട് എവിടെയാ പൈസ, എവിടെയാ ടൗൺ? നിങ്ങളാണ് വിശ്വാസി, പക്ഷെ നിങ്ങൾക്ക് എവിടെ പ്രിവിലേജ്? നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? ശബരിമലയിൽ ആ വിവാദമുണ്ടായ ശേഷം പിന്നീട് ശബരിമലയിലേക്ക് പോകാത്ത എത്ര വിശ്വാസികളെ എനിക്കറിയാം. ഇവരുടെ ഉള്ളിൽ നല്ല കള്ളന്മാരാണ്. ശബരിമലയിൽ പിടിച്ചവരെക്കാൾ കൂടുതൽ ഇനി പിടിക്കാനുള്ളവരാണെന്നാണ് ഇപ്പോൾ വാർത്തകളൊക്കെ വരുന്നത്. മോഷ്ടിച്ചവരെല്ലാം പിടിക്കപ്പെടും. പോപ്പിൻസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് ഗായകൻ ഹരി പത്തനാപുരാണ്. ഗായകനായി മാറിയിരിക്കുകയാണ്. മാറിയിട്ടൊന്നുമില്ല. ബാത്റൂം സിംഗർ എന്നൊക്കെ പറയത്തില്ലേ, അതാണ്. വീഡിയോ അങ്ങ് എന്താ പറയാ, എല്ലാരും ഏറ്റെടുത്തെന്ന് തോന്നുന്നു. മാപ്പിളപ്പാട്ട് പാടി. അതെന്താന്ന് വെച്ചാല് അത് മാപ്പിളപ്പാട്ട് ആയതുകൊണ്ട് ഏറ്റെടുത്തതല്ല. ഈ പലരും പാടാൻ ബുദ്ധിമുട്ടി മടിക്കുന്ന ഒരു പാട്ട് പാടുമ്പോൾ ഉള്ളൊരു കാര്യമുണ്ടല്ലോ. എനിക്കൊരു സ്വഭാവമുണ്ട് പണ്ട് ചിത്രം. ഞാൻ ഈ പദ്യങ്ങളൊക്കെ എഴുതി കൊണ്ടു നടന്ന് പഠിക്കും. സംസ്കൃത പദ്യങ്ങളാണല്ലോ, അപ്പൊ നമുക്കറിയാലോ അത് നമുക്ക് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സംസ്കൃത പദ്യങ്ങളൊക്കെ എഴുതി കൊണ്ടു നടന്നിട്ട് ഇങ്ങനെ പഠിക്കുക എന്നുള്ളൊരു കാര്യമാണ്. ഞാൻ അങ്ങനെ പിന്നെ ശിവതാണ്ഡവ സ്തോത്രം പഠിക്കും, മഹിഷാസുരമർദിനി അത് പാടാൻ. ഐഗിരി നന്ദിനി നന്ദിതമേദിനി വിശ്വവിനോദിനി നന്ദനുദി ഗിരിവര വിന്ധ്യ ശിരോദിനി വാസിനി വിഷ്ണുവിലാസിനി ജിഷ്ണുനുദി ഭഗവതി ഹേശിതി കണ്ഠ കുടുംബിനി ഭൂരി കുടുംബിനി ഭൂരി കൃതി ജയ ജയ ഹേ മഹിഷാസുരമർദിനി രമ്യകപർദിനി ശൈലസുദേ. ഇതിന്റെ ഇടയ്ക്കൊക്കെ ഭയങ്കര ഐസു മനസ്സു 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 നോഹര കാന്തിയുദേ ശ്രുതരജനി രജനി 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 കൃതവക്രവൃതി. ഇതൊക്കെ ഇതിപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായതുകൊണ്ട് ജ്യോതിഷത്തിലെ ഇങ്ങനെയുള്ള പദ്യങ്ങൾ എഴുതി കൊണ്ടു നടന്ന് പഠിക്കും. അത് കുറച്ച് ടഫാണ്. അതുകൊണ്ടാണ് ഞാൻ എന്തു ഇരുന്ന് പറയുന്നത്. കാരണം ചോദിച്ചാൽ മറുപടിയായിട്ട് നമുക്കൊരു ശ്ലോകം പറഞ്ഞ് പറയാൻ കഴിയുക എന്നുള്ളത്. ഞാൻ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ശിവതാണ്ഡവമാണ്. ചിത്ര ഈ ടെൻഷൻ വരുമ്പോൾ ശിവതാണ്ഡവം ഇരുന്ന് ചിത്ര ഇച്ചിരി ടെൻഷന്റെ ആളാണ്. എനിക്കറിയാം, വെറുതെ എന്തെങ്കിലുമൊക്കെ കാര്യം എടുത്തിട്ട് തലയെ വെച്ചിട്ട് ടെൻഷന്റെ ഹോൾസെയിൽ കാണാം. അപ്പൊ ഈ ശിവതാണ്ഡവം ഇരുന്ന് കേട്ടാൽ എല്ലാവരുടെയും കാര്യം എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര റിലാക്സേഷനാണ്. അത് ജഡാഡബീകല ജലപ്രവാഹവിധസ്ഥലേ കലേവലംബ്യലംബിതാംബുജംഗതുംഗമാലി മഡ്ഡമഡ്ഡമഡ്ഡമന്നിനാദം തമർവയ ചകാരചണ്ഡതാണ്ഡവം തനൂതുന ശിവ ശിവം. ഇപ്പൊ പഠിച്ചുകൊണ്ട് വരുന്നേ ഉള്ളൂ, ചിലപ്പോൾ എന്തെങ്കിലും അക്ഷരത്തിൽ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് മാപ്പിളപ്പാട്ട് ഇരുന്ന് പഠിക്കുമായിരുന്നു. ഇതും പഠിക്കും, മാപ്പിളപ്പാട്ടും പഠിക്കും. ഞാൻ ബൈബിളിലെ വചനങ്ങളൊക്കെ ഞാൻ അവിടെ ഇവിടെയും പോയി പ്രസംഗിക്കുമ്പോൾ പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പഠിച്ചതാണ്. അതായത് പറയാൻ വേണ്ടി പഠിച്ചെടുത്ത് പറയുന്നതല്ല, പഠിച്ച സാധനം ഓർത്തെടുത്ത് പറയുന്നതാണ്. പണ്ടത്തെ കാര്യങ്ങൾ ഭയങ്കര ഓർമ്മയാണ്. ഞാൻ ഒരു രസകരമായ കാര്യം, ഇത് നിങ്ങളിത് പ്രക്ഷേപണം ചെയ്യണം. കാരണം ഇത് എഴുതിയത് ആരാണ് എന്ന് എനിക്കറിയില്ല. ഞാൻ കോളേജിൽ പത്തനാപുരം സെന്റ് സ്റ്റീവൻസ് കോളേജിലാണ് ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചത്. അന്ന് പ്രീ ഡിഗ്രിയാണ്. നിങ്ങൾ +2 ആളുകളാണ് അതോ പ്രീ ഡിഗ്രി? നിങ്ങൾ +2. പ്രീ ഡിഗ്രി ആയിരുന്നു ഏറ്റവും രസകരമായ കാലം. കാരണം സ്കൂളിൽ നിന്ന് നമ്മൾ സ്ട്രിക്റ്റ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് നമ്മൾ ഭയങ്കര സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് പെട്ടെന്ന് മാറുകയാണ്. വേറൊരു ലൈഫായിരുന്നു. കാരണം ഇപ്പൊ ഈ +2 കുറച്ച് സ്ട്രിക്റ്റ് ആണ്, +1 +2 സ്കൂൾ ആയതുകൊണ്ട്. കോളേജ് എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ ഒരു പ്രതീകമാണ്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് വഷളാവാനാ,
പറ്റും. കാരണം ഒരുപാട് സ്വാതന്ത്ര്യം നമുക്കുണ്ട്. പക്ഷെ അന്ന് ഞങ്ങളുടെയൊക്കെ വഷലിന് ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് ഞങ്ങൾ വഷളാവാൻ പോകത്തില്ലായിരുന്നു. അപ്പൊ അങ്ങനെ കോളേജിൽ ചെന്നപ്പോ അന്ന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ചെല്ലുന്ന വർഷത്തെ മാഗസിനില് ആദ്യം ഒരു എഴുതും. ആരാണ് മാഗസിൻ എഡിറ്റർ എന്ന് ഞാൻ ഓർക്കുന്നില്ല, അദ്ദേഹം എഴുതിയതാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. ഇത് എന്റെ ഫേസ്ബുക്കിൽ കൂടെ ഷെയർ ചെയ്യാൻ നിങ്ങൾ തരണം. അന്നത്തെ മാഗസിനിൽ ഒരു ആദ്യം എഴുതിയൊരു സാധനമുണ്ട്. അത് പോയ കാലത്തിന്റെ സ്പന്ദനങ്ങൾ ഉൾക്കൊണ്ട് വർത്തമാനകാല യാഥാർത്ഥ്യം മനസ്സിലാക്കി ഭാവിയുടെ ആകസ്മികതയെ നേരിടുവാൻ തയ്യാറെടുക്കുന്ന എന്റെ സതീർത്ഥ്യരെ, കാൽപ്പനിക സ്വപ്നങ്ങളോട് നമുക്ക് വിട പറയാറായില്ലേ? യാഥാർത്ഥ്യത്തിന്റെ അനുഭവതൃഷ്ണകളെ സിരകളിൽ ഏറ്റുവാങ്ങി ഈ ലോകം വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ ഒരു പുത്തൻ കുതിപ്പായി, ഒരു പുത്തൻ പ്രവാഹമായി നമുക്ക് നീങ്ങാം. ഇന്നലകൾ ഭാരതാംബയ്ക്ക് ദുഃഖങ്ങളുടേതായിരുന്നു. പോയ വർഷം നമുക്കും നഷ്ടങ്ങളുടേതായിരുന്നു. അതിവൃഷ്ടി, അനാവൃഷ്ടി, ഭൂകമ്പം. ഭാരതം വീണ്ടും ശോകമൂകമാകുന്നു. കലിയുഗത്തിന്റെ പുനരവതാരം. ദുഃഖം തതളം കെട്ടി നിൽക്കുന്ന ഭാരതാംബയുടെ കണ്ണീരൊപ്പാൻ ഒരു കുളിർ കാറ്റിന്റെ സ്വപ്നങ്ങൾ മനസ്സിൽ ചിറക് വിടർത്താൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, 94-ലെയാണ് അന്ന് പഠിച്ച സാധനം. ഇപ്പോഴും നമുക്കത് ആപ്റ്റാണ്. പക്ഷെ അന്ന് പഠിച്ച സാധനം ഈ ഓർമ്മയിൽ വെച്ചിട്ട് ഞാനിപ്പോ പറയാം. എന്റെ ഒരു അഭ്യർത്ഥന, ഇതെഴുതിയ ആൾ എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടണം. കാരണം ഞാൻ അന്ന് എനിക്കൊന്ന് അദ്ദേഹത്തിന് പോലും ഒരു പക്ഷേ ഈ ലൈന് പവർഫുൾ ആയിട്ടുള്ള ലൈൻസ് ആണ് ഇപ്പോഴും ഉപയോഗിക്കാം. പക്ഷെ ഇത് 94 അന്ന് കോളേജ് മാഗസിനിൽ എഴുതിയിരുന്ന സാധനമാണ്. അപ്പോൾ ഞാനത് കാണാതെ പഠിച്ചു. ഇത് ഞാൻ അന്ന് മുതലുള്ളൊരു സ്വഭാവമാണ്, എഴുതിക്കൊണ്ട് നടന്ന് പഠിക്കും. അങ്ങനെയാണ് മാപ്പിളപ്പാട്ട് പഠിച്ചത്. പാടാൻ വേണ്ടി പഠിച്ചത്, ഇപ്പൊ പാടാൻ പഠിച്ചതല്ല. പത്തനാപുരത്ത് ഒരു പരിപാടി നടന്നു. ഗണേഷ് കുമാർ MLA മെറിറ്റ് ഫെസ്റ്റ്, മന്ത്രിയാണല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു മെറിറ്റ് ഫെസ്റ്റ് നടന്നപ്പോൾ ആ ചടങ്ങിലേക്ക് അവിടെ ഗാനമേള നടത്തിയപ്പോൾ പാടാമോന്ന് ചോദിച്ച് എന്നെ വിളിച്ചു. അന്നേരം ഞാൻ കയറി അവരോട് ചോദിച്ചത് മറ്റേ ഇതിന്റെ കരോക്കെ ഉണ്ട്. പക്ഷെ അതിൽ പറ്റിയൊരു അബദ്ധം എന്ന് വെച്ചാൽ ഞാൻ പഠിച്ചതിൽ യൂട്യൂബിലെ ഒരു കരോക്കെ കേട്ടിട്ടാണ് പിന്നീട് പാടിയത്. പണ്ട് പഠിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ യൂട്യൂബ് വന്നപ്പം ആ കരോക്കെ കേട്ടിട്ട് പാടുമായിരുന്നു. അപ്പോ അത് ഞാൻ കയറിയിട്ട്, പക്ഷെ കരോക്കെ മാറി. അവര് കുറച്ചുകൂടെ ഫാസ്റ്റ് നമ്പറാണ് ഇതിലടിച്ചത്. എന്നിട്ട് ഞാനത് പാടി. അതാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ പാട്ട്. ആകെ ചുറ്റുലകത്തിലും എത്തണുകത്തിരി കത്തണുമത്തിരി വിത്തരുമത്തിരി മുത്തുനബിയുള്ള ജന്മദിനൂര് മുഹമ്മദരാകിയ ആദം മക്കളിലൊക്കെ മികക്കൊരുതക്ക വിളക്കൊളി മുക്കിയ മക്കനഗർക്ക് ഹബീബുള്ള നാഗപ്പതിയില്ലാതെ നാബി നല്ല വടച്ചാനേ നാരീ ഹൗവാ ബീവി രണ്ടാളും ഒരുമിച്ചാനേ ഏകപ്പഴം നിന്നരുതെന്നിറയോനറിയിച്ചാനേ എന്നെ പിറകെ മൽഹൂനവിടന്ന് ചതിച്ചാനേ വന്നിട്ട് നിന്നിട്ട് എന്താണിപ്പഴ നിങ്ങളിരുത്ത് തിന്നാത്ത് ജന്നാത്ത് തന്നിലുള്ള കനിയൊക്കെയിലും മികജാതി ഇത് നാദരയുമയാതൊരാൾ മടിയാതെ നുമെ പാടി അമ്മുഷിയിലവരാടി ചെന്നുപഴം പറിച്ചോടി വന്നു മുറിച്ചതിൽ കൂടി തിന്നപ്രതങ്ങളെ ചങ്കിനുടുങ്ങിയും അങ്കയളങ്കു വിളുങ്കി വിഷുങ്കിയും ഇത് പാടിയതിന് പിന്നിൽ ഒരു റിവെഞ്ചും കൂടെ ഉണ്ട്. എന്താ അറിയോ, രസകരമായ ഒരു സംഭവം. എൻ്റെ മകള് പഠിക്കുന്നത് പുനലൂർ താലൂക്ക് സമാജം ഗേൾസ് സ്കൂളിലാണ്. സ്റ്റേറ്റ് സിലബസ് 10ാം ക്ലാസ്സിലാണ്. ഇവളുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവൾ എല്ലാ മത്സരത്തിലും പോയി പങ്കെടുക്കും. പക്ഷെ അവൾ തോക്കുകയും ചെയ്യും. അവളെ ഒന്നും എടുക്കത്തില്ല. പക്ഷെ എനിക്ക് വളരെ ഇഷ്ടം എന്ന് വെച്ചാൽ അവൾ പിറ്റേ വർഷവും പങ്കെടുക്കും. സ്കൂൾ ലീഡർഷിപ്പിന് അവൾ മത്സരിക്കും. എല്ലാ വർഷവും തോക്കും. പക്ഷെ അവൾ അടുത്ത വർഷവും മത്സരിക്കും. കൂട്ടുകാരികളാണ് മത്സരിക്കുന്നത്. ഒരു ഭീകര മത്സര ബുദ്ധി ഒന്നുമില്ല. ഇത് പൊളിറ്റിക്കൽ മത്സരമല്ല കേട്ടോ. ക്ലാസ്സിലെ പിള്ളേർ സ്കൂൾ ലീഡർ അല്ല, ക്ലാസ് ലീഡർ പിന്നെയും മത്സരിക്കും എല്ലാ വർഷവും. അപ്പൊ ഞാൻ പറയും തോറ്റു വന്നേക്കുന്നു അവൾ ആച്ചാ തോക്കാൻ വേണ്ടിയാ. പക്ഷെ എനിക്ക് തോന്നിയത് ഈ തോൽവിയെ ഭയപ്പെടുന്നില്ല എന്നുള്ളതും തോൽവി ജീവിതത്തിലെ ഒരു അവസാനമാണെന്ന് അവൾ ചിന്തിക്കുന്നില്ല എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. നമ്മൾ മക്കൾ പലപ്പോഴും അവർ അപകടത്തിൽ പോയി പെടുന്നത് തോക്കുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും അവസാനമാണ്, എന്റെ ജീവിതം ഇതോടെ പോയി എന്ന് ചിന്തിക്കുമ്പോഴാണ്. ഈ അവൾ പോയി എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കും, തോക്കും, വളരെ രസകരമായി വന്ന് തോറ്റിട്ട് വരുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ മേടിച്ചു കൊടുക്കും, അങ്ങനത്തെ സംഭവം. അപ്പൊ ഇവള് മാപ്പിളപ്പാട്ട് ചേർന്നു. അപ്പൊ ഞാൻ ഈ വീട്ടിലിരുന്ന് ഇങ്ങനെ പാട്ട് പാടും. അങ്ങനെ ഈ പാട്ട് ഇവള് കേട്ട് പഠിച്ചതാണോ അതോ ഇനി ഇവള് പിന്നെ ഈ മറ്റേ ഗൂഗിളിൽ നോക്കി എഴുതി പഠിച്ചതാണോ ഇത് ഞാൻ പാടുന്നത്? ഇത് രസമാണല്ലോ, നമുക്ക് കേൾക്കുമ്പോൾ ഒരു അറിയാണ്ട് നമ്മളൊരു താളം വെക്കുന്ന ഒരു പാട്ടാണ്, ഒരു മാപ്പിളപ്പാട്ടാണ് ഇത്. ഇതിനുമുമ്പുള്ള സംകൃത പമകരി അതുപോലെ രസമുള്ള ഒരു പാട്ടാണ്. അത് ഞാൻ പാടും കേട്ടോ. അപ്പൊ ഇവൾ ഈ പാട്ട് പഠിച്ചിട്ട് ഇവള് മാപ്പിളപ്പാട്ടിന് മത്സരിക്കുക. അപ്പൊ സ്കൂളിൽ നിന്നൊരു പ്രിലിമിനറി സ്ക്രീനിങ് ഉണ്ട്. അപ്പൊ അതെനിക്ക് തോന്നുന്നു ഏതോ ഒരു അറബി അധ്യാപകനോ മറ്റോ ആണ് ഇരുന്ന് സ്ക്രീൻ ചെയ്തത്. അപ്പൊ ഇവള് പോയി അതങ്ങ് പാടി. അപ്പൊ ഇതില് അവളെ റിജക്ട് ചെയ്തു. റിജക്ട് ചെയ്യാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ അള്ളാഹ് എന്നുള്ള അള്ളാഹു എന്ന് ആ പ്രൊനൗൺസിയേഷന്റെ ഒരു പ്രശ്നം. അപ്പൊ നമുക്കത്
എനിക്കിത് വരും, ഞാനത് പണ്ടേ എനിക്ക് പരിശ്രമിച്ചു, ഇവൾ അള്ള 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 എന്ന് പാടി. അപ്പൊ ഞാൻ ശരിക്കും എനിക്ക് ആ അധ്യാപകനോട് തിരഞ്ഞെടുത്ത ആളോട് തോന്നിയ ഒരു വിഷമം എന്ന് പറയുന്നത്, അവൾ അത്ര എഫേർട്ട് എടുത്തൊരു പാട്ട് പാടുമ്പോൾ അത് മറ്റൊരു കുട്ടി അവിടെ പാടിയില്ല. അത് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒന്ന് തിരുത്തി കൊടുത്തിട്ട് മോളെ അല്ല എന്നാണ് അത് പഠിച്ചിട്ട് മോള് പോയി പാടാൻ പറഞ്ഞെങ്കിൽ എനിക്കൊന്ന് ഇന്നത്തെ തലമുറയിലെ എത്ര കുട്ടികൾ ഈ ഒരു മാപ്പിളപ്പാട്ട് പാടും എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഞാനങ്ങ് എന്റെ മോളെ പോയിട്ട് പറയുന്നൊന്നുമല്ല കേട്ടോ, പക്ഷെ അത് അങ്ങനെ വേണമെങ്കിൽ ചെയ്യായിരുന്നു എന്നുള്ളൊരു റിവെഞ്ച് ഉണ്ടായിരുന്നു. അപ്പൊ അവൾ എന്ന് പറഞ്ഞാൽ അച്ഛാ ഈ അള്ളാഹു എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പൊ ഞാൻ പറയും പോലെ അങ്ങനെയല്ല, അള്ളാ അങ്ങനെ വേണം, അതിന്റെ ഒരു പ്രൊനൗൺസിയേഷൻ അതാണ് എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ അത് കഴിഞ്ഞൊരു വന്ന ദിവസമാണ് ഈ ഒരു പരിപാടി അവിടെ നടന്നതും ഞാൻ കയറിയത്. ഭയാപരടി മോളെ നിനക്ക് വേണ്ടി ഞാൻ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് ഇതാ തന്നേക്കുന്നു. അപ്പം മോളെ നിനക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത പാട്ടാണ്. അങ്ങനെയാണ് പാട്ട് കൊണ്ട് ഇട്ടത് ശരിക്കും ഫേസ്ബുക്കിൽ അല്ലേ. ഇപ്പോ നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ, ഈ വിവാഹ തടസ്സങ്ങളൊക്കെ വരാനായിട്ടുള്ള മെയിൻ കാരണം ഈ നമ്മുടെ ജാതകത്തിലുള്ള പ്രശ്നമാണോ ചേട്ടാ? വിവാഹ തടസ്സം വെച്ചാൽ വിവാഹം നടത്താതിരിക്കുന്ന ഒരു കാര്യത്തിലല്ലേ പറയുന്നത്. ഇതെന്താ വെച്ചാൽ ഈ ശരിക്കും ജ്യോതിഷത്തിൽ പൊരുത്തം നോക്കുക എന്ന് പറയുന്നത് വിവാഹം നടത്താൻ വേണ്ടിയാണ് ചിത്രയെ നോക്കുന്നത്. ഇത് തടസ്സപ്പെടുത്താൻ വേണ്ടി നോക്കാനിരുന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? ഞാനൊരു കാര്യം പറയാം. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ലവ് ജിഹാദ് പോലെയുള്ള വാക്കുകൾ. അതുപോലെ എല്ലാ കമ്മ്യൂണിറ്റിയിലും ഇപ്പൊ മുസ്ലിങ്ങളിൽ നിന്ന് ഹിന്ദുക്കളിലേക്കും, ഹിന്ദുക്കളിൽ നിന്ന് ക്രിസ്ത്യാനികളിലേക്കും, മുസ്ലിങ്ങളിലേക്കും, ക്രിസ്ത്യാനികളിൽ നിന്ന് മുസ്ലിങ്ങളിലേക്കും, ഹിന്ദുക്കളിലേക്കും ഒക്കെ കല്യാണങ്ങൾ നടക്കുമ്പോൾ എല്ലാവരും, അതായത് ഇസ്ലാം മതവിശ്വാസികളും ക്രിസ്തു മതവിശ്വാസികളും ഹിന്ദു വിശ്വാസികളും എല്ലാം കിടന്ന് ഫേസ്ബുക്കിൽ ഭീകര അടി ഉണ്ടാക്കും. ഒരു ഇസ്ലാമിൽ ഒരു കുട്ടിയെ ഹിന്ദു കെട്ടിയാൽ കൊണ്ടുപോയി ഇതേത് ജിഹാദ് ആരെയും ചോദിച്ചിട്ട് അവർ പറയും, തിരിച്ച് ക്രിസ്ത്യന്ന് കെട്ടി. ഇതൊക്കെ ഇങ്ങനെ ഒരു സാധനം നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഒരു ആളുടെ പൊരുത്തം നോക്കാൻ വന്നാൽ അത്യാവശ്യ പൊരുത്തങ്ങൾ ഉണ്ടെങ്കിൽ അത് സമ്മതിച്ച് അതങ്ങ് നടത്തിച്ചു കൊടുക്കണം. നിങ്ങളിത് നടത്തി കൊടുക്കാതിരിക്കുമ്പോൾ കുറേ പൊരുത്തങ്ങൾ നോക്കുമ്പം ഒരു പെണ്ണ് കാണൽ എന്നാണ് നമ്മൾ ആ ചടങ്ങിന് പറയുന്നത്. ഇന്നും അതേ ട്രഡീഷണൽ രീതിയിൽ ആ ചടങ്ങ് നടത്തുന്നുണ്ട്. അതായത് ഒരു പയ്യൻ വരുന്നു, ഒരു പെൺകുട്ടി ഒരുങ്ങി, ഇപ്പൊ ഒരുങ്ങത്തിൽ എന്നുള്ള രണ്ടാമത്തെ കാര്യം, വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തായാലും ഒരു പുരുഷന്റെ മുമ്പിൽ പോയി ഒരു ചായയും കൊണ്ട് പോയി നിന്നിട്ട് ഇത് പറയുക എന്നുള്ള ട്രഡീഷണൽ വേ ഇന്നും കീപ്പ് ചെയ്യുന്നുണ്ട്. ഒരു പെൺകുട്ടി ഇത് എത്ര പേരുടെ മുമ്പിൽ ഇങ്ങനെ പോയി ഒരുങ്ങി നിൽക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പൊ എന്നെ തെറി വിളിക്കാൻ പോകുന്നവർ തെറി വിളിക്കും. പക്ഷെ നിങ്ങൾക്കൊരു മകൾ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ മകൾ ഇങ്ങനെ ഓരോരുത്തർ വരികയാണ്, അത് നോക്കിയിട്ട് പൊരുത്തം നോക്കി കൊള്ളത്തില്ല എന്ന് പറയാ, റിജക്ട് ചെയ്യുക, അടുത്ത ആൾ വീണ്ടും ചായ കുടിക്കാൻ വരികയാണ്, ഇതും നോക്കി നിങ്ങൾ ആ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും. നമ്മുടെ ഒരു മകളുണ്ടായി, അപ്പം ചിത്രയ്ക്ക് ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. ചിത്ര ഒരുങ്ങി കെട്ടി നിൽക്കുകയാണ്, ഒരു ആലോചന വരുന്നു, ഇത് നോക്കുന്നു, പൊരുത്തം നോക്കണം, ഇതെല്ലാം അങ്ങ് റിജക്ട് ചെയ്താൽ കുറച്ചാകുമ്പോൾ നിങ്ങൾ മടുക്കും. നിങ്ങളൊരു 30-32 വയസ്സാകുമ്പം നിങ്ങൾക്ക് ഇതിനോട് തന്നെ അങ്ങ് പുച്ഛം തോന്നും. ഞാൻ ഈ പോയി ഒരുങ്ങി കെട്ടാണ്, പൊരുത്തം നോക്കി കൊള്ളത്തില്ലെന്ന് പറയാണ്. അങ്ങനെ ചെയ്യരുത്. നമ്മൾ കുറേയൊക്കെ നമ്മൾ പൊരുത്തം നോക്കൽ എന്ന് പറഞ്ഞാൽ കേവലം ആ നക്ഷത്രപ്പൊരുത്തം നോക്കൽ മാത്രമല്ല. നമ്മളതിലിപ്പോ എന്ത് ഇല്ലെന്ന് പറഞ്ഞാലും ഇവിടെ മതം നോക്കാറുണ്ട്, എന്തില്ലെന്ന് പറഞ്ഞാലും ഇപ്പോഴും ഇവിടെ ജാതി നോക്കാറുണ്ട്, എന്തില്ലെന്ന് പറഞ്ഞാലും ഇപ്പോഴും ഇവിടെ പല കാര്യങ്ങളും. പക്ഷെ ജ്യോതിഷത്തിലെ നിയമത്തിൽ നിസ്സന്താനേ സസൂനും നിരവധികരണം നിർദ്ദയേ നിസ്വദാറ്റ്യേ എന്നൊക്കെ പദ്യമുണ്ട്. പല കാര്യങ്ങൾ നോക്കണം എന്നാണ്. നമുക്ക് ജോലി നോക്കണം, വിദ്യാഭ്യാസം നോക്കണം, കുടുംബ മഹിമ നോക്കണം, ഇതെല്ലാം നോക്കണം. അതിൻ്റെ ഇടയ്ക്ക് ജാതകവും നക്ഷത്രവും കൂടെ ഭയങ്കര കടുംപിടുത്തം പിടിച്ച് നോക്കുമ്പോൾ കുറെ കഴിയുമ്പോൾ ഒരു മടുപ്പുണ്ടാവുന്നു. അപ്പോഴാണ് ഈ സഹോദര മതസ്ഥനായ ഒരാൾ വന്നിട്ട് ഞങ്ങൾക്ക് ഇതൊന്നും വിശ്വാസമില്ല കുട്ടി എന്ന് പറഞ്ഞ് പ്രേമിച്ച് പോകുമ്പോൾ അയ്യോ പോയേന്ന് പറഞ്ഞ് കരയാതെ നിങ്ങൾ ഇപ്പുറത്ത് നോക്കുക, ഈ കുട്ടിയുടെ കല്യാണം നടത്താൻ നിങ്ങൾ എന്ത് സഹായം ചെയ്തിട്ടുണ്ട്? നിങ്ങൾ ഈ കുട്ടി ആചാരം വിശ്വസിക്കുന്ന കുട്ടിയാണെങ്കിൽ, ഈ കുട്ടി ജ്യോതിഷം വിശ്വസിക്കുന്ന കുട്ടിയാണെങ്കിൽ അത്യാവശ്യ പൊരുത്ത നിയമങ്ങളൊക്കെ യോജിച്ച് വരുമ്പോൾ അത് നടത്തണ്ടേ? ഇത് കേൾക്കാതെ ഈ കമന്റ് ഇടുന്നവരായി ഈ ഹൈന്ദവ സമൂഹ വിശ്വാസികൾ മാറുന്നതിലൊരു തെറ്റുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞതിൽ നിന്ന് എന്താ ചിത്രയ്ക്ക് മനസ്സിലായത്? ഈ അധികം പൊരുത്തവും കാര്യങ്ങളൊക്കെ നോക്കി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് കുറെ നോക്കണ്ടെന്നല്ല, ഒരു പരിധി വരെ നോക്കണം. ഒരു പരിധിക്കപ്പുറം ഇത് നോക്കാൻ പോയാൽ വിവാഹം കഴിക്കാതെ നിന്ന് പോകുന്നത്. അപ്പൊ ഇവര് വേറൊരുത്തം വന്നിട്ട് ഞാൻ പ്രേമിച്ചോളാം, ഞങ്ങൾക്ക് ഇത് ഇല്ലെന്ന് പറയുമ്പോൾ ഇവര് മടുത്തിട്ടാണ് ഇതൊക്കെ പലരും ചെയ്യുന്നത്. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കുമ്പോൾ അവരെ ചീത്ത പറയാതെ ഈ സാഹചര്യം ഒരുക്കി കൊടുത്ത ഒരാളിപ്പുറത്തുണ്ടല്ലോ, അവരെ പറയണ്ടേ? അവരെ ഇത് ചെയ്യരുതെന്ന് പറയുന്നവനെ ചീത്ത വിളിക്കാൻ നിൽക്കും. ഇപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ, ഇപ്പം ഞാനൊരു വിശ്വാസിയല്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇപ്പം അവരുടെ സ്വഭാവം ഉണ്ടാവുമല്ലോ, ഇതും അവരുടെ ജനിച്ച സമയമായിട്ടൊരു മാച്ച് ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ടല്ലേ ഇവരുടെ മുന്നോട്ടുള്ള ജീവിതം. ഈ ക്യാരക്ടർ സ്റ്റഡിയാണ്, ഈ പൊരുത്തത്തിലെ ക്യാരക്ടർ സ്റ്റഡിയാണ് പറയുന്നത്. ഓരോ നക്ഷത്രങ്ങൾക്കും ജാതകങ്ങളെ
വെച്ചിട്ട് ഓരോ സ്വഭാവങ്ങൾ പറയുന്നുണ്ട്. അതെ. ഈ സ്വഭാവത്തിന് ചേരുന്ന ആൾ ഇത്. പക്ഷെ അത് 100% ആപ്റ്റ് അല്ല. നമ്മളതും പറയുമ്പോഴും ഇപ്പൊ പൊരുത്തം മാത്രം നോക്കി കല്യാണം നടത്തുക എന്ന് പറയരുത്. ചിത്ര പൊരുത്തം നോക്കി മാത്രമേ ഇവിടെ ഒരു കല്യാണം നടക്കുന്നില്ല ചിത്രേ. ഇപ്പൊ നമ്മളൊരു കല്യാണം ആലോചിച്ചു, ഇപ്പം നമ്മുടെ ഒരു കുഞ്ഞിന്റെ ആ പയ്യനെ പറ്റി മോശം അഭിപ്രായമാണ്, അവൻ ഫ്രോഡാണ്, അല്ലെ അവള് ഫ്രോഡാണ്, അവളെ പറ്റി മോശം അഭിപ്രായമാണെങ്കിൽ നമ്മൾ കെട്ടിച്ചൂടാൻ നിൽക്കത്തില്ല. 10 പൊരുത്തം ഉത്തമാണെങ്കിലും നമ്മൾ പറയും അത് നടക്കത്തില്ലെന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പുറത്ത് കുറെ കാര്യങ്ങളും അതിൽ നോക്കുന്നുണ്ട്. പക്ഷെ ഇതൊരു ക്യാരക്ടർ സ്റ്റഡിയാണ്, ഭയങ്കര രസകരമായ ഒരു സ്വഭാവ സ്റ്റഡിയാണ് ഈ പൊരുത്തം നോക്കൽ എന്ന് പറയുന്നത്. എനിക്ക് പലപ്പോഴും ഇങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഇന്ന നാളിന്റെ ആള്, ഇപ്പം എന്റെ നാളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ നാളിലുള്ള ഒരാൾക്ക് എന്തായിരിക്കും അയാളുടെ സ്വഭാവം എന്നുള്ളത് എനിക്കിപ്പോ കറക്റ്റ് ആയിട്ട് പറഞ്ഞു, പലപ്പോഴും അത് കറക്റ്റ് ആയിട്ട് വന്നിട്ടുമുണ്ട്. അതേപോലെ വേറെ നാളുകാരുടെ ഒക്കെ അവരുടെ ആ ഒരു നാളിന് പറയുന്ന ആ ഒരു ക്യാരക്ടേഴ്സ് ഒക്കെ അവർക്ക് ഉണ്ട്. പലപ്പോഴും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ആളുകൾക്ക് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ എനിക്ക് ഇതിനകത്തൊന്നും വിശ്വാസമില്ല എന്നൊക്കെ പറഞ്ഞു നമ്മൾ കേട്ടിട്ടുണ്ട്. മക്കളുടെ കാര്യം വരുമ്പോൾ ഒരുപാട് പേർക്ക് വിശ്വാസമുണ്ട് ചിത്ര. ഞാൻ ഒട്ടും വിശ്വാസമില്ല എന്ന് നമ്മൾ തന്നെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ കുഞ്ഞുങ്ങളുടെ കാര്യം വരുമ്പോൾ, പ്രത്യേകിച്ച് വിവാഹം വരുമ്പോൾ അവർ തേർഡ് ഒപ്പീനിയൻ എടുക്കും. അത് മിക്കപ്പോഴും ആസ്ട്രോളജേഴ്സിന്റെ അടുത്തൊക്കെ തന്നെയായിരിക്കും എടുക്കുന്നത്. ചിത്ര പറഞ്ഞ പോലെ ശരിയാണ്. ഈ നിങ്ങളുടെ അതേ ക്യാരക്ടർ ഉള്ള ഒരാൾ ചിലപ്പോൾ ആള് ഇപ്പൊ നിങ്ങൾ ഈഗോയിസ്റ്റിക് ആണെങ്കിൽ അയാളും ഈഗോയിസ്റ്റിക് ആണെങ്കിൽ അത് പണിയാണ്. ഇപ്പൊ നിങ്ങൾ ഒട്ടും കാരുണ്യം ഇല്ലാത്ത ഒരാളാന്ന് വെച്ചു, ഈ നമ്മൾ പറയത്തില്ല അറത്ത കൈ കുപ്പ് തേക്കത്തിൽ എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയും. ഒരു കാര്യവും ചെയ്യാത്തൊരാൾ, നിങ്ങൾക്ക് അതേപോലെ ഒരാളെ കിട്ടിയ സമൂഹത്തിൽ നിങ്ങൾ ഒറ്റപ്പെടും. അതേമാതിരി നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പാർട്ട്ണർ അത്യാവശ്യം കരുണയൊക്കെ ഉള്ള ആളാണെങ്കിൽ, അല്ല അവളെ പോട്ടെ ക്ഷമിക്കുക അവളങ്ങനെയല്ല, അപ്പം അല്ലെങ്കിൽ അവൻ അങ്ങനെയല്ല പോട്ടെ എന്റെ ഭർത്താവ് അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കോംപ്രമൈസിംഗ് ആണ്. എന്തിനാണ് മറ്റുള്ളവരെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു സാമൂഹിക ജീവിയാണ്. സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്തെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സമൂഹത്തിൽ ഇറങ്ങി ഒന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല. അപ്പൊ ഇതൊരു ക്യാരക്ടർ സ്റ്റഡിയാണ് പൊരുത്തം നോക്കൽ എന്ന് പറയുന്നത്. അതൊരു നല്ല കാര്യം തന്നെയാണെന്നാണ്. അതൊരു ബാലൻസിങ് ആണ്. അതായത് ഇപ്പം നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരേ നാളുകൾ തമ്മിൽ ചേരത്തില്ല. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ വേറെ നാളും കൂടി വരുമ്പോഴേക്കും ഈ പൊരുത്തം എന്ന് പറയുന്നത് ഇതൊരു ബാലൻസിങ് ആയിട്ട് വരും. തീർച്ചയായിട്ടും ഒരു ബാലൻസിംഗ് ആണ്. പക്ഷെ നാളുകൾ മാത്രമല്ലല്ലോ ചിത്രേ. ഇപ്പൊ നമ്മൾ നേരത്തെ സംസാരിച്ചത് ഏകനക്ഷത്ര ദോഷത്തെ പറ്റിയാണ്. അതിൽ പദ്യമുണ്ട്, രോഹിണ്യാർദ്രാസ വിഷ്ടാജാതിഷ്യ മൂലമഹാനിഷ എന്നൊക്കെ പറഞ്ഞ പദ്യങ്ങൾ ചോദിച്ചതിലുണ്ട്. അപ്പോ പക്ഷെ അത് മാത്രം നോക്കിയല്ല നമ്മൾ തീരുമാനം എടുക്കുന്നത്. ഇപ്പുറത്തെ ജാതകം നോക്കും, ഒരുപാട് ഘടകങ്ങൾ നോക്കും. ആ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരാളുടെ നക്ഷത്ര, അശ്വതി നക്ഷത്രക്കാരന് ഇന്ന സ്വഭാവം എന്നുണ്ടെങ്കിലും അത് മാത്രമല്ലോ, ജാതകം വരുമ്പോൾ മാറും, ലഗ്നം വെച്ചിട്ട് മാറും, ഭാവങ്ങൾ വെച്ചിട്ട് മാറും. അപ്പൊ ഇതിനെല്ലാം കൂടെ ക്രോഡീകരിച്ചുള്ളതാണ് ഒരാളുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. അതിന് ചേരുന്ന ഒരു ക്യാരക്ടർ ഒരാൾ ചേർന്നാൽ ഏറ്റവും നല്ലതാണ്. ഒരാൾ വയലന്റ് ആകുമ്പോൾ മറ്റേ ആൾ അല്പം ഒന്ന് സൈലന്റ് ആകുന്നതാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഇവിടെ ഇപ്പൊ ദാമ്പത്യ ജീവിതങ്ങളിലൊക്കെ പ്രശ്നങ്ങളാണ്. നമ്മുടെതൊക്കെ എന്നും വന്ന് പറയുന്നത് ഇത്തരം പ്രശ്നങ്ങളാണ്. പരസ്പരം ഒരു മനസ്സിലാക്കലുകൾ ഇല്ലാത്തതിന്റെ ഒരു വിഷയമുണ്ട്. നമ്മൾ ഈ വിവാഹത്തിന് മുമ്പ് പ്രേമിക്കുമല്ലോ, പ്രേമിക്കുമ്പോൾ യഥാർത്ഥ ക്യാരക്ടർ കിട്ടത്തില്ല ചിത്രം. നമ്മൾ യഥാർത്ഥ ക്യാരക്ടർ ഒരിക്കലും, ഒരു ഉദാഹരണം പറയാം. ഇപ്പം ഞാൻ ചിത്ര പ്രേമിച്ചു എന്ന് പറയുന്നില്ല, ഞാൻ പ്രേമിച്ചു എന്ന് തന്നെ വെച്ചു. ഒരിക്കലും ഞാൻ പ്രേമിക്കുന്ന ഒരു കുട്ടി എന്നോട് പറയാണ് ഒരു സെൽഫി എടുത്ത് അയക്കൂ എന്ന് പറഞ്ഞാൽ രാവിലെ ഞാൻ കിടക്കുന്ന അതേ പരിധിയിൽ മുടിയെങ്കിലും ഒന്ന് ഒതുക്കാതെ ഒരു സെൽഫി എടുത്ത് ഒരിക്കലും അയക്കുമെന്ന് എനിക്ക് തോന്നില്ല. ഞാൻ ചെയ്യത്തില്ല. ഇത് കേൾക്കുന്നത് ചിലപ്പോൾ ഞങ്ങൾ ചെയ്യുമെന്ന് പറയുമായിരിക്കും, പക്ഷെ കൂടുതൽ ആളുകൾ ചെയ്യത്തില്ല എന്നുള്ളതാണ് എൻ്റെ വിഷയം. അത്യാവശ്യം മുടിയൊന്ന് ഒതുക്കി കണ്ണൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് മുഖവും തുടച്ചിട്ട് മാത്രമേ സെൽഫി എടുത്ത് അയക്കൂ. പക്ഷെ റിയാലിറ്റി അതല്ല. ഇതുപോലെയാണ് ക്യാരക്ടറിലും. നമ്മൾ കുറച്ചൊക്കെ ഒന്ന് വൈറ്റ് വാഷ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും പ്രണയിക്കുമ്പോൾ പലപ്പോഴും കാണിക്കുന്നത്. പക്ഷെ റിയാലിറ്റിയിൽ വരുമ്പോൾ ആ ക്യാരക്ടർ ആവണമെന്നില്ലല്ലോ. ചിത്ര നമുക്ക് എല്ലാവർക്കും പല ക്യാരക്ടർ ഇല്ലേ? ഇപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ചിത്ര യഥാർത്ഥ ചിത്രയാണോ? നിങ്ങൾ ഫ്രണ്ട്സിന്റെ അടുത്ത് വേറൊരു ചിത്രയാണ്, വീട്ടിൽ മറ്റൊരു ചിത്രയാണ്, നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ വേറൊരു ചിത്രയാണ്, കുഞ്ഞുങ്ങളാവുമ്പോൾ വേറൊരു ചിത്രയാണ്, അമ്മ എന്നുള്ളൊരു ചിത്രയാണ്, മറ്റടുത്ത് ഭാര്യ എന്നുള്ളൊരു ചിത്രയാണ്, അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് മകൾ എന്നുള്ളൊരു ചിത്രയാണ്, ഫ്രണ്ട്സിന്റെ അടുത്ത് ചിൽ അല്ലേ? അപ്പൊ ഞാൻ എങ്ങനെയായിരിക്കും? ഇയാൾ ഇത്രയും ത്വാത്വികമായി സംസാരിക്കും. അങ്ങനെയല്ല, ഞാൻ വീട്ടിൽ ചെന്ന വേറൊരു ക്യാരക്ടറാണ്. എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് എൻ്റയർലി ഡിഫറെന്റ് ക്യാരക്ടർ, ചിലപ്പോൾ ഏറ്റവും വലിയ തരികട ഞാനായിരിക്കും. അപ്പൊ എല്ലാ മനുഷ്യനും വ്യത്യസ്തമായ കഥാപാത്രങ്ങളും ക്യാരക്ടറുകളുമാണ്. പ്രണയിക്കുമ്പോൾ അയാൾ ഒരു കാമുകനോ കാമുകിയോ ആണ്. ആ സമയത്ത് അവർ കാമുകനെ പോലെ ബിഹേവ് ചെയ്യും, കാമുകിയെ പോലെ ബിഹേവ് ചെയ്യും. ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞാൽ വേറെ. ഇപ്പൊ ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു വിധിയാണോ അതോ ഒരു വഴികാട്ടിയാണ്? വിധിയാണെന്ന് പറഞ്ഞാൽ ഒരു അപകടമുണ്ട്. ചിത്ര പലരെയും ഇന്റർവ്യൂ ചെയ്യും, അവര് പറയും ഇതൊരു പ്രവചനമാണ്, ഇതൊരു വിധിയാണ്. ചിത്ര അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കണം, എന്തിനാണ് അമ്പലങ്ങൾ എന്തിനാ പരിഹാരം ചെയ്യാനാ? എന്തിനാ പരിഹാരം? വിധിക്ക് എവിടെ പരിഹാരം ചിത്രേ? ഇപ്പൊ ചിത്ര ഇന്ന് പോകുമ്പോൾ ഇന്ന സ്ഥലത്ത് വെച്ച് ചിത്രയ്ക്ക് ഒരു അപകടം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ചിത്ര വഴിമാറി പോകാനും പറ്റില്ല, അവിടെ തന്നെ പോകണം, അവിടെ തന്നെ അപകടം നടക്കണം, വഴിമാറി പോകാനും പറ്റില്ല. കാരണം അത് വിധിയാണ്, അത് പ്രവചനാണ്. നമ്മളിതിനെ വഴിമാറി പോകുന്നത് അവിടെ ഒരു അപകട സാധ്യതയുണ്ട്, നീ ഇപ്പുറത്തെ വഴിയിലൂടെ പോകൂ എന്നുള്ളതാണ് ജ്യോതിഷവും പരിഹാരവും. കണ്ണി കൊള്ളാനുള്ള പുരികത്തി കൊണ്ടുപോയി പരിഹാരം ചെയ്യുന്നത് അതിനല്ലേ ചിത്രേ?
നമുക്കൊരു വലിയ പ്രശ്നം വരാൻ പോകുന്നു, നീ അതിന് പോയി പരിഹാരം ചെയ്യൂ. അതിനാണ് അമ്പലങ്ങൾ, അതിനാണ് ഇവരിപ്പോ പറയുന്ന ഹോമവും പൂജയും ഒക്കെ ചെയ്യുന്നത്. ഇത് പ്രവചനമാണ്, പിന്നെ ഇതിന്റെ ആവശ്യം എന്താണ്? ഇത് വിധിയാണെങ്കിൽ പിന്നെ ഇതിന്റെ ആവശ്യം എന്താണ്? വിധിക്ക് പരിഹാരമില്ല, പ്രവചനത്തിന് പരിഹാരമില്ല. പ്രവചനം എന്ന് പറഞ്ഞാൽ നടന്നിരിക്കണം. അത് നിങ്ങൾ പരിഹാരം ചെയ്താലും നടന്നിരിക്കണം. അപ്പൊ പിന്നെ എന്തിനാണ് അമ്പലങ്ങൾ? ഇപ്പോ നേരത്തെ ശബരിമലയുടെ ഇഷ്യൂ പറഞ്ഞപ്പോഴേക്കും ഈ യുവതീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കുറെ തർക്കങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു തോൽവിയുടെ ഒരു സംഭവം വന്നപ്പോഴേക്കും ഇതൊക്കെ അയ്യപ്പശാപമാണ് എന്നുള്ള രീതിയിലേക്കൊക്കെ ആളുകൾ അതിനെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്തൊക്കെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അല്ലെങ്കിൽ ഹരിച്ചേട്ടന്റെ പേഴ്സണലി ഹരിച്ചേട്ടന് ഇത് മൊത്തത്തിൽ കണ്ടിട്ട് എന്താ തോന്നുന്നത്? ശബരിമലയിലെ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് അന്ന് നടന്ന പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഒന്നും അല്ലാതെ ഈ പ്രാർത്ഥന, മറ്റേ അതിനെന്തൊരു പേര് ഇപ്പം അവരന്ന് പേരിട്ട്, മറ്റേ നമ്മൾ എന്നുവെച്ചാൽ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസിലല്ല, വിശ്വാസികളായിട്ടുള്ള ആളുകൾ അന്ന് വന്നിട്ട് അതിലെല്ലാം പങ്കെടുത്ത ഒരാളാണ് ഞാൻ. കാരണം ഞാനൊരു അയ്യപ്പ വിശ്വാസിയാണ്. അവിടുത്തെ ഒരു ആചാരമുണ്ടെങ്കിൽ അത് പാലിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത്. അവിടെ നിന്നല്ല, ഏത് ക്ഷേത്രത്തിൽ ഒരു ആചാരം വിശ്വാസികൾക്ക് ഹാനികരമല്ലാത്തത് ഉണ്ടെങ്കിൽ അത് പാലിക്കപ്പെടണം തന്നെയാണ് ഇപ്പോഴും അപ്പോഴും എപ്പോഴും എൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞു, ഒരിക്കൽ കൂടി പറയുന്നത്, വിശ്വാസികളെ മുറിപ്പെടുത്താത്ത ഏതെങ്കിലും ആചാരം ഉണ്ടെങ്കിൽ അത് പാലിക്കപ്പെടണം എന്നുള്ളതാണ്. ഇപ്പൊ എന്താണ് ശബരിമലയുമായി ബന്ധപ്പെട്ടുണ്ടായത്? ഒരു സ്വർണ്ണക്കൊള്ളയാണ്. ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് ഈ പലപ്പോഴും ഹൈന്ദവ വിശ്വാസികൾ ഈ കപട വേഷം ധരിച്ച ആത്മീയാചാര്യന്മാരെയും കപട വേഷം ധരിച്ച ഭക്തന്മാരെയും വെറുതെ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കും. ഇവരുടെ ഉള്ളിൽ നല്ല കള്ളന്മാരാണ്. ശബരിമലയിൽ പിടിച്ചവരെക്കാൾ കൂടുതൽ ഇനി പിടിക്കാനുള്ളവരാണെന്നാണ് ഇപ്പൊ വാർത്തകളൊക്കെ വരുന്നത്. അത് നമ്മൾ വലിയ ദൈവിക ചൈതന്യമുണ്ടെന്നൊക്കെ ചിന്തിക്കുന്ന തരത്തിലുള്ള ആളുകൾ ഉണ്ടെന്നൊക്കെയാണ് ഇപ്പൊ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നതാണ്. ഇവര് ഇപ്പം അവരോട് ഇപ്പൊ ഈ ആചാരത്തോടും അനുഷ്ഠാനത്തോടും അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. ഇവർക്കൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാനായിട്ട് തോന്നുന്നത്? എനിക്ക് അത്ഭുതം തോന്നുകയാണ്. ശരിക്കും ഒന്ന് മനസ്സിലാക്ക് ചിത്രേ, ഞാൻ അയ്യപ്പ വിശ്വാസികളെ, കറ തീർന്ന അയ്യപ്പ വിശ്വാസികളെ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? ശബരിമലയിൽ ആ വിവാദം ഉണ്ടായ ശേഷം പിന്നീട് ശബരിമലയിലേക്ക് പോകാത്ത എത്ര വിശ്വാസികളെ എനിക്കറിയാമെന്നറിയോ? ഞങ്ങൾ അവിടേക്ക് പോകുന്നില്ല, പക്ഷെ ഞങ്ങൾ അയ്യപ്പ ഭക്തരാണ്. അന്ന് കരഞ്ഞ എത്ര വിശ്വാസികൾ ഉണ്ട്. ഇത് ചിലപ്പോൾ പുറത്തിരിക്കുന്ന ഒരാൾക്ക് വട്ടാന്ന് പറയാം, പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവന് കിട്ടുന്ന ഒരു ആശ്വാസമുള്ള ഒരു സ്ഥലമാണ്, അവന് സമാധാനം കിട്ടുന്ന ഒരു സ്ഥലമാണ്. എന്തിനാണ് അതിനെ മുറിവേൽപ്പിക്കാൻ പോകുന്നത്? കള്ളന്മാരെ ഈ കൊണ്ടുവന്ന്, ഞാൻ ഈ ഗുരുവായൂർ അമ്പലത്തിന്റെ കാര്യം പറയാറുണ്ട്. എൻ്റെ അഭിപ്രായമാണ്. ചിലപ്പോൾ എതിർക്കുന്നവർക്ക് എതിർക്കാം, എതിർക്കണ്ടാത്തവർക്ക് എതിർക്കണ്ട. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളായിട്ടുള്ള ഗുരുവായൂർ വിശ്വാസികളുണ്ട്. ക്രിസ്തു മതത്തിൽപ്പെട്ടവരുണ്ട്, മറ്റെല്ലാ മതവിശ്വാസങ്ങളിലും പെട്ട ഗുരുവായൂരപ്പനെ ഭയങ്കരമായി വിശ്വസിക്കുന്ന സഹോദര മതവിശ്വാസികളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ അഭിപ്രായമാണ് കേട്ടോ, എൻ്റെ അഭിപ്രായം, മോട്ടിക്കാൻ വേണ്ടി അവിടെ ചെല്ലുന്ന, കള്ളത്തരം കാണിക്കാൻ വേണ്ടി അവിടെ ചെല്ലുന്ന, പബ്ലിസിറ്റിക്കായിട്ട് അവിടെ ചെല്ലുന്ന, പിന്നെ ഗുരുവായൂരപ്പന്റെ സ്വത്ത് മൊത്തം അടിച്ചോണ്ട് അങ്ങ് പോകാം എന്ന് ചിന്തിക്കുന്ന, വിശ്വാസി എന്ന് ധരിക്കുന്ന, വിശ്വാസി എന്ന് പുറം ലോകത്തെ കാണിക്കുന്ന ഒരു ഹൈന്ദവ നാമധാരിയേക്കാൾ അവിടെ കയറേണ്ടത് അയ്യപ്പനെ വിശ്വസിക്കുന്ന വിശ്വാസികളായിട്ടുള്ള എല്ലാ മതവിശ്വാസികളുമാണെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവരും പോകണം, പക്ഷെ ഗുരുവായൂരപ്പ വിശ്വാസിയായിരിക്കണം. അവിടെ മൂട്ടിക്കാൻ കയറുന്നവനെക്കാട്ടി എന്തുകൊണ്ടും ഭേദം ഇപ്പുറത്ത് ഗുരുവായൂരപ്പനെയും അയ്യപ്പനെയും ഒക്കെ നല്ലോണം വിശ്വസിക്കുന്ന വിശ്വാസികളുണ്ടെന്ന് എല്ലാ മതത്തിലും ഉണ്ട്. ഞാനിപ്പോ യേശുദാസ് സാർ ഭയങ്കര ആഗ്രഹമുള്ള ഒരു മനുഷ്യനാണല്ലോ, അകത്തേക്ക് കയറണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട്. യേശുദാസ് സാറിനെ കയറ്റുന്നതിൽ തടസ്സമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അദ്ദേഹത്തിന് കയറാം. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ കൊണ്ടുവന്ന് അവിടെ കയറ്റി അദ്ദേഹത്തെ കൊണ്ട് പാടിപ്പിക്കണം. ചിലപ്പോൾ ഇതിനെ എതിർക്കുന്നവരുണ്ടാവാം, പക്ഷെ ഞാൻ എതിർക്കുന്നവരോടും പറയാണ്, നിങ്ങൾ മനസ്സിലാക്കുക, അമ്പലം കട്ടുമുടിക്കാൻ പോകുന്ന കള്ളന്മാരായ ഹിന്ദു നാമധാരികളെക്കാൾ ഗുരുവായൂരപ്പനെ വിശ്വസിക്കുന്ന ഒത്തിരി ആളുകൾ ഇപ്പുറത്തുണ്ട്. അവർ കയറട്ടെന്ന് എൻ്റെ അഭിപ്രായം. എന്നെ ഇനിയും ചീത്ത വിളിച്ചില്ല. എന്താണ് ഇപ്പൊ കണ്ടില്ലേ അയ്യപ്പ ഈ ശബരിമലയിൽ എന്താ സംഭവിക്കുന്നത്? ഇവര് ഹിന്ദു നാമധാരികളാണ്, വിശ്വാസികളാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരു പോറ്റിയൊക്കെ ചെന്നിട്ട് കള്ളനല്ലേ? ഇവരെയാണല്ലോ വിശ്വസിക്കുന്നത്, ഇവരുടെ കാലിലാണല്ലോ നമ്മൾ തൊട്ടു തൊഴുന്നത്, ഇവർ കൊടുക്കുന്നതാണല്ലോ പ്രസാദമായിട്ട് നമ്മൾ സ്വീകരിക്കുന്നത്. ഇവൻ അയ്യപ്പനെ എന്ത് വിശ്വാസമുണ്ട്? പിടിക്കപ്പെട്ടില്ലേ? ഇപ്പൊ അവൻ വിശ്വസിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവര് അയ്യപ്പന്റെ കാവൽക്കാരായി നിൽക്കുന്ന ഇവർ അയ്യപ്പ വിശ്വാസികളല്ല. അവർ അയ്യപ്പ വിശ്വാസികളാണെങ്കിൽ ഒരിക്കലും അവരത് ചെയ്യില്ല. അപ്പൊ ഒരു ഹിന്ദു നാമധാരി
അയ്യപ്പ വിശ്വാസിയാണെന്ന് പറഞ്ഞ് ശബരിമലയിലോ ഗുരുവായൂരപ്പൻ വിശ്വാസിയാണെന്ന് പറഞ്ഞ് ഗുരുവായൂരപ്പന്റെ അടുത്ത് പോയി കട്ടുമോട്ടിക്കുന്നവനേക്കാൾ നല്ലത് അപ്പുറത്തുള്ളൊരു വിശ്വാസിയാണ്. വിശ്വാസമുള്ളവൻ കയറണം. ഈ അമ്പലങ്ങളുടെ മറവിൽ ഒരുപാട് ഇതുപോലുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ശബരിമലയിലെ കാര്യം നമ്മൾ കേട്ടു. ഇപ്പൊ അതല്ലാതെ ഞാൻ ചോദിക്കട്ടെ, എൻ്റെ ഒരു ഇതിപ്പോ തെറ്റാണെന്നുണ്ടെങ്കിൽ അത് എനിക്ക് പറഞ്ഞു തരണേ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ലേ, വലിയ വലിയ അമ്പലങ്ങളിലേക്കൊക്കെ കോടിക്കണക്കിന് രൂപ വഴിപാടല്ല അവരിങ്ങനെ കൊടുക്കുന്നുണ്ടല്ലോ, ഇന്ന ആൾക്കാണെന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഇന്ന ദൈവത്തിന്റെ പേര് പറഞ്ഞാൽ ഇന്ന ദൈവത്തിന് നമ്മൾ കൊടുത്തേക്കാം എന്നൊക്കെ നമ്മൾ നേരുമല്ല. അല്ലെങ്കിൽ ഇന്ന ബിസിനസ് സക്സസ് ആയി കഴിഞ്ഞാൽ അതിനകത്ത് ഒരു പങ്ക് ഇന്ന ദൈവത്തിന് എന്നുള്ള രീതിയിലൊക്കെ കൊടുക്കുമല്ലോ. അപ്പൊ ഇതിന്റെ പേരിൽ ശരിക്കും പറഞ്ഞാൽ ഇത് എന്തായാലും ഇപ്പം അതിപ്പോ ഗുരുവായൂരപ്പൻ ആയിക്കോട്ടെ, ശബരിമല ശാസ്താവ് ആയിക്കോട്ടെ, ആർക്കായാലും ഇത് അവർക്ക് എന്താ പറയാ വീടുണ്ടാക്കാനോ അല്ലെങ്കിൽ കാർ മേടിക്കാനോ ഒന്നും അല്ലല്ലോ. ഇത് ശരിക്കും പറഞ്ഞാൽ എങ്ങനെ ഇതിനെ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്? അല്ല, ഈ ഒരു വിശ്വാസി കൊണ്ട് കൊടുക്കുന്നതേ, ഇപ്പൊ ആ വിശ്വാസിക്ക് അറിയാം ഈ പൈസ ഒന്നും അയ്യപ്പൻ എടുത്തോണ്ട് പോകുന്നില്ലെന്നും ഗുരുവായൂരപ്പൻ എടുത്തോണ്ട് പോകുന്നില്ലെന്നും. എന്തിനാ കൊടുക്കുന്നതെന്ന് അറിയാം. അതാ ഈ സത്യം പറഞ്ഞുണ്ടല്ലോ, ഈ അവിടെ ഇരിക്കുന്ന ഈ പറയുന്ന ഞാൻ ഒരു അവരുടെ പൊസിഷനെ ഞാനൊന്നും പറയുന്നില്ല, ആ ദൈവത്തിന്റെ ആളുകളാണ് പ്രതിരൂപങ്ങളാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു വിശ്വാസി കൊണ്ടുവന്ന് അവിടെ പൈസ ഇടുന്നത് ആ വിശ്വാസിക്ക് അറിയാം ഇത് കൃഷ്ണൻ എടുത്തുകൊണ്ട് പോകുന്നില്ലെന്നും അയ്യപ്പൻ എടുത്തുകൊണ്ട് പോകുന്നില്ലെന്നും. ആ ക്ഷേത്രത്തിന്റെ ദൈനംദിന ചെലവുകൾ നല്ലതുപോലെ നടക്കാനും എൻ്റെ ഒരു വിഹിതം ഞാൻ ഭഗവാന്റെ ആ ഒരു ആരാധനാലയം നല്ല രീതിയിൽ നടക്കാനുമുള്ള ഒരു സംഭാവന എന്നുള്ള നിലയിലാണ്. അല്ല നിനക്കെടുത്ത് പുട്ടടിക്കാനല്ല, നിനക്കെടുത്ത് നിന്റെ കുടുംബക്കാരെ നന്നാക്കാനല്ല. അവൻ ആ പൈസ കൊടുക്കുന്നത് എന്തിനാ? ആ അമ്പലം നല്ല നിലയിൽ നടക്കാനാണ്. അല്ല എന്ത് വിശ്വാസികൾ എന്ത് പൊട്ടന്മാരാണ്? വിശ്വാസികൾക്ക് അറിയത്തില്ലേ ഈ പൈസയൊന്നും അയ്യപ്പൻ എടുത്തുകൊണ്ട് പോകത്തില്ലെന്ന്, ഈ പൈസയൊന്നും ഗുരുവായൂരപ്പൻ എടുത്തുകൊണ്ട് പോകത്തില്ലെന്ന്? പിന്നെ കൊണ്ട് എന്തിനാ ഇടുന്നത് ഇതാണ്. എനിക്ക് എൻ്റെ ഭക്തി കൊണ്ട്, എൻ്റെ ഗുരുവായൂരപ്പനിലുള്ള വിശ്വാസം കൊണ്ട്, എൻ്റെ അയ്യപ്പനിലുള്ള വിശ്വാസം കൊണ്ട് എനിക്കൊരു സമ്പത്ത് ദൈവം തന്നു എന്നാണ് അവർ ചിന്തിക്കുന്നത്. അതിൻ്റെ ഒരു വിഹിതം ഞാൻ ദൈവത്തിന് കൊടുക്കുന്നു. ഒരു നന്മയാണത്. ആ നന്മയെ ചൂഷണം ചെയ്യുന്നത് വൃത്തികേടാണ്. ചിത്രയെ വൃത്തികേടാണ്, പിടിക്കപ്പെടും. നിങ്ങൾ വിശ്വാസികളല്ലെങ്കിൽ ദൈവത്തെ ഓർത്ത് നിങ്ങൾ അമ്പലത്തിൻ്റെ ഭാരവാഹിത്വങ്ങൾ ഏറ്റെടുക്കാൻ പോകരുത്. നിങ്ങൾ വിശ്വാസികളല്ലെങ്കിൽ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ദൈവത്തെ പൂജിക്കാൻ പോകരുത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ദൈവത്തെ പൂജിക്കുന്നവൻ അത് മോട്ടിക്കാൻ പോകുന്നെങ്കിൽ ഇവനെ പോയി വിശ്വസിക്കുന്ന വിശ്വാസികൾ നമ്മളുടെ ഒരു അവസ്ഥ ഒന്നാലോചിച്ചേ. പക്ഷെ ദൈവത്തിന് ശക്തി ഉണ്ടെന്ന് തന്നെയാണ്, കാരണം എല്ലാവരും പിടിക്കപ്പെട്ടല്ലോ. ഇവരൊന്നും രക്ഷപ്പെടത്തില്ലല്ലോ. ഇവിടെ നിർത്തരുത്, പിടിക്കണം. ഇത് ആരൊക്കെ എവിടെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും പിടിക്കണം. അതുകൊണ്ടേ ഈ പറഞ്ഞ പോലെ ഈ ഭക്തൻ കൊണ്ട് കൊടുക്കുന്നത് ഇത് ദൈവം എടുത്തുകൊണ്ട് പോകുന്നു പറഞ്ഞൊന്നുമല്ല, ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി ഈ ഭക്തന്മാർ തന്നെ ഇപ്പുറത്ത് വേറെ ചാരിറ്റി ചെയ്യുന്നില്ലേ ചിത്ര? എത്രയോ അനാഥാലയങ്ങളിൽ ആഹാരം കൊടുക്കുന്നുണ്ട് ഭക്തന്മാരല്ലേ? അല്ലേ? ഈ ഭക്തന്മാർ അങ്ങനെയാണ്. നിങ്ങൾ ഈ ഭക്തൻ എന്ന് പറയുന്നത് ഈ അമ്പലത്തിലെ ദൈവത്തെ പൂജിക്കുന്ന പോറ്റി അല്ല ഭക്തൻ. അമ്പലത്തിന്റെ ഭരണം നിർവഹിക്കുന്ന അവിടുത്തെ പ്രസിഡന്റ്, സെക്രട്ടറി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എന്ന് പറയുന്നവരല്ല ഭക്തർ. യഥാർത്ഥ ഭക്തൻ എന്ന് പറഞ്ഞാൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ അമ്പലത്തിന് വേണ്ടി പോയി ചെയ്യുന്ന ആളുകളാണ് ഭക്തൻ. മനസ്സിലായി? എന്നെ കഴിഞ്ഞ ദിവസം ഒരാൾ കാണാൻ വന്നിട്ട് അയാളുടെ ഒരു കുടുംബത്തിന്റെ അമ്പലം വെക്കാൻ ആളുടെ വരുമാനത്തിൽ നിന്ന് ഒരു പോർഷൻ മാറ്റി വെച്ചിട്ടുണ്ട്. കോഴിക്കോടുകാരനാണ്. അതൊരു ഹ്യൂജ് എമൗണ്ട് ആണെന്നാണ് അയാൾ പറയുന്നത്. അയാളുടെ അടുത്ത് വേണേൽ ചെലവഴിക്കാം, പക്ഷെ അയാളൊരു വിശ്വാസിയാണ്, അയാൾ മാറ്റി വെച്ചേക്കാണത്. ഇതിനകത്തൊക്കെ കുറെയൊക്കെ സത്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ അഭിപ്രായം കേട്ടോ ഞാൻ പറയണത്. ഇപ്പോൾ ഒരു സമയത്ത് എൻ്റെ കുറേ നാളുകൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത്, ഇത് ഒന്നിൻ്റെ പ്രൊമോഷൻ ഒന്നുമല്ല കേട്ടോ, അതായത് എൻ്റെ അടുത്ത് ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു, നീ ചോറ്റാനിക്കരയിൽ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് ഇങ്ങനെ ജസ്റ്റ് വെറുതെ ഒന്ന് പറഞ്ഞാൽ മതി, നമുക്ക് കിട്ടുന്നതിൽ ഒരു പങ്ക് അമ്മയ്ക്കുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കണം എന്ന് പറഞ്ഞു. അന്ന് ഓക്കെ, വേറെ വഴിയില്ല, ഇനി ഇതും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യാൻ തുടങ്ങിയ പിന്നെയാണ് എൻ്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വന്നത്. ഒരുപക്ഷെ ഞാൻ ഇവിടെ പോലും ഇരിക്കത്തില്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഇതുകൊണ്ട് കുറേയൊക്കെ, അതായത് നമ്മൾ കുറച്ച് വിഹിതം മാറ്റി വയ്ക്കാൻ, ഞാൻ ഇതുവരെയായിട്ടും അവിടെ ചെന്നിട്ട് ആദ്യമൊക്കെ ഞാൻ കൊണ്ടുപോയി പൈസയൊക്കെ അവിടെ ഇടുമായിരുന്നു. പിന്നീട് ഞാൻ എന്തോ എനിക്ക് മനസ്സിൽ തോന്നി, അവിടെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അമ്മയ്ക്ക് ചെയ്യുന്നത് വേറെ, എനിക്കൊരു സന്തോഷം കിട്ടുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, ഞാൻ അവിടുന്ന് മാല മേടിച്ചു കൊടുക്കാം, കേശാദിപാദം മാലയുണ്ട്, അപ്പൊ അങ്ങനെ മേടിച്ചു കൊടുക്കാം. അപ്പൊ അതാവുമ്പോ എനിക്ക് ഇട്ട് കാണാലോ, ഞാനത് ഇട്ട് കണ്ടിട്ടേ ഞാൻ പോരുള്ളൂ, അപ്പൊ അതെനിക്കൊരു സന്തോഷം. അപ്പോ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടാണ് പിന്നെ അത് മാറി തുടങ്ങിയത്. ചിത്ര ചോറ്റാനിക്കര അമ്മയുടെ വലിയൊരു ഭക്തയാണോ? അതെ അതെ. കറതീർന്ന ഭക്തിയല്ലേ? അതെ.
നിങ്ങൾ കളങ്കമില്ലാതല്ലേ, അതായത് നിങ്ങൾ കോടീശ്വരിയല്ല, അല്ല. നിങ്ങൾക്ക് കിട്ടുന്ന ചെറിയ വിഹിതത്തിൽ നിന്നാണ് നിങ്ങൾ ചോറ്റാനിക്കര അമ്മയ്ക്ക്, ഇപ്പം നിങ്ങൾ പറഞ്ഞു ഞാൻ ആ മാലയിട്ട് അമ്മ കാണുമ്പോൾ എനിക്കൊരു സംതൃപ്തി ഉണ്ട് എന്ന് പറയുന്നു. നിങ്ങളുടെ വലിയ പൈസ ഉള്ളത് കൊണ്ടല്ല നിങ്ങളത് കൊണ്ട് കൊടുക്കുന്നത്, നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു വിഹിതമാണ്. നിങ്ങൾ അവിടെ പോയി തൊഴുമ്പോൾ ക്യൂ നിന്നാണ് തൊഴാറുള്ളത്. നിങ്ങൾക്ക് അവിടെ പ്രിവിലേജ് ഒന്നും കിട്ടിയിട്ടില്ല. ചോറ്റാനിക്കര ടൗൺഷിപ്പ് ആക്കാന്ന് പറഞ്ഞ് ഏതോ ഒരു അന്യ നാട്ടുകാരൻ ഒരാൾ വന്നിട്ട് ഫ്രീ ആയിട്ട് ക്യൂ നിൽക്കാതെ തൊഴുതിട്ട് പോയിട്ടുണ്ട്, അവിടെ താമസിച്ചിട്ടുണ്ട്. എന്തിയാ ടൗൺഷിപ്പ്? എന്റെ ചോദ്യം, നിങ്ങൾ ഇത് പുറത്തു വിടണം കേട്ടോ. എവിടെയാ ടൗൺഷിപ്പ്? നിങ്ങൾ കേട്ടില്ലേ? കേട്ടിട്ടുണ്ടായിരുന്നു? എന്നാ നിങ്ങൾ കേട്ടോ, എത്ര 1000 കോടിയുടെ ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് ചോറ്റാനിക്കരയിൽ വന്നിട്ട് ഒരു വലിയ പ്രഖ്യാപനം നടത്തുകയും അദ്ദേഹം ഗ്രൂപ്പായിട്ട് വന്ന് അവിടെ തൊഴുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് ക്യൂ ഒന്നും നിൽക്കാതെ അദ്ദേഹം അവിടുത്തെ പ്രിവിലേജ് എല്ലാം യൂസ് ചെയ്തിട്ട് പോയി ഭക്തനാണെന്ന് പറഞ്ഞിട്ട് എവിടെയാ പൈസ? എവിടെയാ ടൗൺഷിപ്പ്? അയാൾക്ക് പ്രിവിലേജ് കിട്ടി. തുച്ഛമായ വരുമാനം കൊണ്ട് ചോറ്റാനിക്കര അമ്മയ്ക്ക് ഒരു നേർച്ച, മറ്റാരോടും പറയാത്ത വമ്പൻ പ്രഖ്യാപനങ്ങൾ, പത്രസമ്മേളനം നടത്തി എന്റെ വരുമാനത്തിന്റെ ഒരു വിഹിതം ഞാൻ ചോറ്റാനിക്കര അമ്മയ്ക്ക് കൊടുക്കുന്നു എന്ന് പറയാത്ത ചിത്ര, രഹസ്യമായി മനസ്സിൽ പറഞ്ഞ ചിത്ര, വരുമാനം കിട്ടി തുടങ്ങിയപ്പോൾ കുഞ്ഞു പൈസയാണെങ്കിലും അതിന്റെ വിഹിതം കൊണ്ട് അമ്മയ്ക്ക് കൊടുക്കുകയും പിന്നീട് മാല മേടിച്ചു കൊടുത്ത് അത് അമ്മയെ ചാർത്തി കണ്ടിട്ട് തൊഴുത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നിങ്ങളാണ് വിശ്വാസി. പക്ഷെ നിങ്ങൾക്ക് എവിടെ പ്രിവിലേജ്? നിങ്ങൾക്ക് എവിടെയാണ് പ്രിവിലേജ് കിട്ടിയത്? ഇത് മാറണ്ടേ? ഇതാണ് ഞാൻ പറയുന്നത്. ആരാണ് അമ്പലത്തിൽ കയറി പ്രാർത്ഥിക്കേണ്ടത്? ആരാണ് അമ്പലത്തിൽ യഥാർത്ഥ വിശ്വാസിയും ചോദിച്ചാൽ അവിടെ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥിക്കുകയും വഴിപാട് നടത്തുന്ന ആളല്ലെന്നേ, നടത്തിപ്പിക്കുന്ന നമ്മളാണ്. അത് വിശ്വാസിയെ കബളിപ്പിക്കരുത്. അവൻ കറന്നിരുന്ന വിശ്വാസിയാണ്. ഇപ്പൊ ഈശ്വര വിശ്വാസമുള്ള, ഞാൻ ചോദിക്കട്ടെ ചിത്ര ഏറ്റവും കൂടുതൽ ധർമ്മക്കാരെന്നാണ് നമ്മൾ പറയുന്നത്, ഭിക്ഷക്കാർ ധർമ്മക്കാരെന്നാണ് ഞങ്ങളൊക്കെ പറയുന്നത്. അവരെ കണ്ടിട്ടുള്ളത് എവിടെയാണ്? ആരാധനാലയങ്ങളുടെ മുമ്പിലാണ്. അമ്പലം എന്നുള്ള വീട് നിങ്ങൾ പള്ളിയിൽ കാണാം, ക്രിസ്ത്യൻ വലിയ വലിയ പള്ളികളിൽ കാണാം, പള്ളികളുടെ മുമ്പിൽ കാണാം. അപ്പൊ ഞാൻ വരുമ്പോൾ ഞങ്ങളുടെ അടുത്ത് മരുതിമൂട് പള്ളിയുണ്ട്, അവിടെ കാണാം. ഞാൻ അതുകൊണ്ടാ അങ്ങനെയാണ് ഞാൻ നിർത്തിയത്, അവിടെ പോയി വഴിപാടിടാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ നോക്കുമ്പോഴേക്കും നമ്മൾ അവിടെ കൊണ്ട് വഴിപാടിടുന്നുണ്ട്, ഇവരിങ്ങനെ കൈ നീട്ടി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് തോന്നിയപ്പോ എനിക്ക് അയ്യോ അത് അങ്ങനെ ഞാനും മേടിച്ചു കൊടുക്കത്തേ ഉള്ളൂ കേട്ടോ. ആണോ? ഞാൻ അമ്പലത്തിൽ കൊണ്ട് പൈസ എടുത്തില്ല, എന്തായാലും മേടിച്ചു കൊടുക്കും, വിളക്ക് കൊടുക്കും, പേരും നാളും എഴുതി കൊടുക്കാൻ പറയും. ഇല്ലെങ്കിൽ ഇത് ലേലം വെച്ചിട്ട് പൈസ ഉള്ള മേടിക്കുക. ഞാൻ പേരും നാളും എഴുതി കൊടുക്കാനേ പറയൂ. ഞാൻ പുഷ്പാഞ്ജലിയും കഴിക്കാറില്ല. അമ്മ ഇങ്ങനെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ മാത്രം ഇങ്ങനെ. ദൈവത്തെ മോഷ്ടിക്കരുത്. കാരണം എന്താ അറിയോ, ഒരു വിശ്വാസി അവൻ പൂർണ്ണമായി മനസ്സർപ്പിച്ചു കൊണ്ടുവന്നിടുന്ന ഒരു പൈസയാണ്. അതിൽ നിന്ന് മോഷ്ടിക്കുക എന്ന് പറയുന്നത് വലിയ 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 തെറ്റാണ്, ചെയ്യാൻ പാടില്ല. അത് ചെയ്തവരൊക്കെ ജയിലിലാവണം, ഇപ്പോഴായിട്ടുണ്ട്, ഇനിയുമാകണം. ഉണ്ടെങ്കിൽ അതിനൊരു സുതാര്യത വരുത്തണം, കാരണം ഞാനൊരു വിശ്വാസിയാണ്. ശബരിമലയിൽ ഞാൻ നാമജപ ഘോഷയാത്ര, നേരത്തെ നമ്മൾ ആ വാക്ക് പറഞ്ഞു, പങ്കെടുത്ത ആളാണ് ഞാൻ. ആ ഘോഷയാത്രയിൽ പങ്കെടുത്ത ആളാണ്. മനസ്സിലായി? ഒരു ക്ലാരിറ്റി വരണം, അത് വരുത്തണം. ഇല്ലെങ്കിൽ മോശമാണ്, അത് ചെയ്യാൻ പാടില്ല, തെറ്റാണ്, വേദന ഉണ്ടാവും ഒരു വിശ്വാസിക്ക്. മോഷ്ടിച്ചവരെല്ലാം പിടിക്കപ്പെടണം.